അസ്സലാമു എൻ്റെ മനസ്സിലെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കാലഘട്ടത്തിലും ഏതൊരു പ്രസ്ഥാനമാകട്ടെ, മതസംബന്ധിയായിട്ടോ അല്ലെങ്കിൽ സമൂഹ സംബന്ധിയായിട്ടുള്ള ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും അടക്കം ചിട്ടയോടുകൂടി സത്യസന്ധതയോടുകൂടി ഉത്തമമായിട്ടുള്ള വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ഉയർന്നു വരും, പടരും പന്തലിക്കും. അപ്പോഴൊക്കെ അതിന് ശത്രുക്കളും ഉണ്ടാകും. അസൂയ, പൗഷന്യം, പോര്, കുശുമ്പ്, കുതികാൽ വെട്ട് എന്നിത്യാദി ഭാവങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് ജ്വലിച്ചു ഉയരുമ്പോൾ അതിന് നേരെ ഇത്തരം ആളുകൾ ശത്രുത സൂക്ഷിച്ചു വയ്ക്കും. ആ ശത്രുത അവരെ കൊണ്ട് പ്രേരിപ്പിക്കും ഇതിനെക്കുറിച്ച് കുറ്റം പറയാൻ, അപഖ്യാതി പറഞ്ഞുണ്ടാക്കാൻ, അവരെ നശിപ്പിക്കാൻ, അവരെ ദ്രോഹിക്കാൻ, ആക്രമിക്കാൻ, അവരോട് യുദ്ധം ചെയ്യാൻ. എല്ലാ കാലഘട്ടത്തിലും സ്ഥിതി അതാണ്. ഇങ്ങനെയുള്ള ആളുകളാണ് ഈ പ്രവാചക പത്നിമാരുടെ കാര്യത്തിൽ, പ്രത്യേകിച്ചും സൈനബുമായിട്ടുള്ള വിവാഹത്തിൻ്റെ കാര്യത്തിൽ യഥാർത്ഥത്തിലുള്ള വസ്തുതകൾ മറച്ചു വെച്ചിട്ട്, യഥാർത്ഥത്തിലുള്ള ചരിത്ര വസ്തുതകളെ അവഗണിച്ചിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള ഭാവനാത്മകങ്ങളായിട്ടുള്ള ഒരുപാട് കെട്ടുകഥകൾ അതിനെ ഉപജീവിച്ചിട്ട് ഓരോന്നൊക്കെയും എഴുതിക്കൂട്ടിയതും അത് പ്രഖ്യാപിച്ചതും. മുമ്പ് പറഞ്ഞ ശത്രുതയാണ് ഇതിനെല്ലാം നിദാനമായിട്ട് വർത്തിച്ചത്. ഇനി അവർ പറയുന്നത്, ഈ ചരിത്രകാരന്മാർ പറയുന്നത് സത്യം തന്നെയാണ് എന്നങ്ങോട്ട് വെക്കുക, ഒരു വാദത്തിന് വേണ്ടി വെക്കുക. അങ്ങനെയാണെങ്കിലും മഹാത്മാക്കളായിട്ടുള്ള ആളുകൾ ഒരിക്കൽ പോലും പൊതു നിയമത്തിന് വിധേയരല്ല എന്നൊരു വസ്തുത, അത് മാത്രം മതി അവരുടെ വാദങ്ങളെയൊക്കെ ഖണ്ഡിക്കപ്പെടാൻ, അവരുടെ വാദങ്ങളൊക്കെ ഖണ്ഡിക്കപ്പെട്ടു പോകാൻ. ഈ ഒരു വസ്തുത മാത്രം മതി. പ്രവാചകന്മാരായിട്ടുള്ള ഈസാ നബി, മൂസാ നബി, യൂനുസ്, അവർ പ്രാപഞ്ചിക നിയമങ്ങൾക്കും അതുപോലെ നിലനിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥകൾക്കും അതീതരായിട്ടാണ് വർത്തിച്ചത്. അന്നത്തെ സാമൂഹിക വ്യവസ്ഥകളെ മാറ്റിമറിക്കുകയാണ് അവർ ചെയ്തത്. ചിലവർ ജനനം കൊണ്ട് തന്നെ അങ്ങനെയായിട്ടുള്ള ആളുകളുണ്ട്, മറ്റു ചിലർ ജീവിതം കൊണ്ട്. നിലനിൽക്കുന്നവർക്ക് അപ്പുറമാണ് അവരുടെ നിലനിൽക്കുന്ന സാംസ്കാരിക സാമൂഹിക വ്യവസ്ഥകൾക്ക് അപ്പുറമാണ് അവരുടെ നില. പക്ഷേ അതൊന്നും അവരുടെ മഹത്വത്തെ, അവരുടെ വാഴ്വിനെ ഒരിക്കൽ പോലും പ്രതികൂലമായിട്ട് ഒരിടത്തും ബാധിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ നബി തിരുമേനിയാകട്ടെ തൻ്റെ നാഥനിൽ നിന്ന്, അല്ലാഹുവിൽ നിന്ന് ദിവ്യബോധനമായിട്ട് ലഭിച്ച നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കാലാകാലങ്ങളിൽ കിട്ടിയ ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അത്യുത്കൃഷ്ടമായിട്ടുള്ളൊരു സാമൂഹ്യ വ്യവസ്ഥ തന്നിഷ്ടപ്രകാരമല്ല, എല്ലാം തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം, പരമകാരുണികൻ്റെ കൽപ്പനപ്രകാരം. അതല്ലാതെ ഒരിക്കൽ പോലും നബി തിരുമേനി ഒരടി മുന്നോട്ട് വെച്ചിട്ടില്ല. ആ ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അത്യുത്കൃഷ്ടമായിട്ടുള്ള ഒരു സാമൂഹിക വ്യവസ്ഥ, ഒരു ജീവന പദ്ധതി കെട്ടിപ്പടുക്കുകയാണ് നബി തിരുമേനി ചെയ്തത്. ദിവ്യമായിട്ടുള്ള നിയമങ്ങൾ, പ്രബോധനങ്ങൾ, അതിനെ അദ്ദേഹം ഈ ലോകത്തിൽ അതിന് പ്രയോഗവൽക്കരണം നടത്തി എന്നുള്ളതാണ്. പലയിടത്തും കാണുന്നൊരു കാര്യമുണ്ട്, കൽപ്പനകൾ വലുതായിരിക്കും, കൽപ്പനകൾ സുഭദ്രമായിരിക്കും, സുശക്തമായിരിക്കും, അത് പ്രമാണങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും ചെയ്യും. ഒരിക്കലും സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് അതിൻ്റെ പ്രകാശം സമൂഹത്തിൽ പടർത്താൻ അതിൻ്റെ തന്നെ നേതാക്കൾക്ക് കഴിയാറില്ല. ആയതുകൊണ്ട് തന്നെ ശക്തിയുള്ള ചില്ലുകുപ്പികൾക്ക് അകത്ത് വെച്ച്
മധുരപലഹാരം പോലെയാണ് പലപ്പോഴും പ്രമാണങ്ങൾ. അത് നമ്മൾ കണ്ടുവരുന്നുണ്ട്. എന്നാൽ ഈ ദിവ്യ നിയമങ്ങളെ ഇഹലോകത്തിലുള്ള മനുഷ്യർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അതിന് പ്രയോഗവൽക്കരണം നടത്തുകയാണ് നബി തിരുമേനി ചെയ്തത്. അവയുടെ ഉത്തമമായിട്ടുള്ള നിദർശനവും ഉത്തമമായിട്ടുള്ള മാതൃകയുമായിരുന്നു ഈ സന്ദേശങ്ങളുടെ, ഈ അള്ളാഹുവിൻ്റെ പ്രബോധനങ്ങൾ മനുഷ്യാകൃതി പൂണ്ട പോലെയായിരുന്നു. സ്നേഹമാകട്ടെ, കരുണയാകട്ടെ, പരപരിഗണനയാകട്ടെ, അദ്വേഷ്ടതയാകട്ടെ, മൈത്രിയാകട്ടെ, സർവഭൂതഹിത രതിയാകട്ടെ, അതിൻ്റെ എല്ലാം ഉത്തമമായിട്ടുള്ള നിദർശനമായിരുന്നു, അതിൻ്റെ എല്ലാം ഉത്തമമായിട്ടുള്ള മാതൃകയായിരുന്നു നബി തിരുമേനി. അതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. ഇനി പ്രവാചകൻ 4 ഭാര്യമാരെ സ്വീകരിച്ചു, മറ്റുള്ളവരെ വിവാഹമോചനം ചെയ്തു എന്നിരിക്കട്ടെ. അപ്പോൾ അതായിരിക്കും ഏറ്റവും വലിയ. പ്രവാചകൻ അവിടെ ഒരു വിവാഹമേ കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും, എത്രയോ സ്ത്രീകൾ അവിടെ കഷ്ടപ്പെടുന്നു, അവർക്ക് ഭാര്യാ പദവി നൽകാമായിരുന്നില്ലേ? യുദ്ധത്തിൽ മരിച്ച ആളുകൾ ഇങ്ങനെയാണ് യുദ്ധത്തിൽ മരിച്ചത്. എല്ലാ യുദ്ധങ്ങളെയും ഒരുക്കുകൂട്ടിയത് എങ്ങനെ വേണം, എവിടെ വേണം, എപ്പോൾ വേണം, എത്ര ആളുകൾ വേണം എന്നെല്ലാം പറഞ്ഞ് നബി തിരുമേനിയാണ്. അദ്ദേഹമായിരുന്നു എല്ലാത്തിനും നേതൃത്വം വഹിച്ചിരുന്നത്. ആധ്യാത്മിക കാര്യത്തിനാകട്ടെ, ഭൗതിക കാര്യത്തിനാകട്ടെ എല്ലാത്തിനും നേതൃത്വം വഹിച്ചിരുന്നത് നബി തിരുമേനിയാണ്. അതിന് ഊത് യുദ്ധത്തിലും മറ്റുള്ള യുദ്ധങ്ങളിലും ഒരുപാട് പുരുഷന്മാർ മരിച്ചു. സ്ത്രീകളെല്ലാവരും വിധവകളായിട്ട് മാറി, അവരെല്ലാവരും നിരാലംബരായിട്ട് മാറി. അവർക്ക് സംരക്ഷണം കൊടുക്കാൻ, അവർക്ക് ഭാര്യാ പദവി കൊടുക്കാൻ ഇവിടുത്തെ പുരുഷന്മാർക്ക് കഴിഞ്ഞോ? നബി തിരുമേനിക്ക് കഴിഞ്ഞോ? നബി തിരുമേനി മുഖാന്തരം മറ്റുള്ളവർക്ക് കഴിഞ്ഞോ? അപ്പോൾ അവിടെയായിരിക്കും കുറ്റം. അപ്പോൾ പിന്നെ അതായിരിക്കും വിളിച്ചു പറയുക. ആണ് 4 ഭാര്യമാരെ സ്വീകരിച്ചു, മറ്റുള്ളവർക്ക് വിവാഹമോചനം ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വിമർശനം ആരംഭിക്കും. അതിൻ്റെ പേരിൽ ഒരു കാര്യം ഇവിടെ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്, സ്മരിക്കേണ്ട ഒരു കാര്യമാണ് പത്നിമാരോടുള്ള നബി തിരുമേനിയുടെ പെരുമാറ്റം. അത് അന്തസ്സുള്ള ആഭിയാത്യമുള്ള പെരുമാറ്റമായിരുന്നു. അതിൻ്റെ പേരിൽ ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു പത്നിമാരും ഒരിക്കൽ പോലും അദ്ദേഹത്തെ മാറ്റി നിർത്തി പോയിട്ടുമില്ല. അദ്ദേഹത്തെക്കുറിച്ച് ഒരു പരാതിയും എവിടെയും ഒരിക്കലും ഉന്നയിച്ചിട്ടുമില്ല. അതിന് കാരണം അത്രയും നീതിപൂർവകമായിരുന്നു, അന്തസ്സുറ്റ പെരുമാറ്റമായിരുന്നു നബി തിരുമേനിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പത്നിമാർക്ക് ലഭിച്ചിരുന്നത്. നേരത്തെ ഉമറിൻ്റെ വാക്യങ്ങൾ നേരത്തെ പറഞ്ഞതാണ്, നേരത്തെ ഉദ്ധരിച്ച ഉമറിൻ്റെ വാക്യങ്ങൾ അതിന് തെളിവാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതിന് വേറെയും ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നബി തിരുമേനി മാനിച്ചതിന് തുല്യം ആരും സ്ത്രീകളെ മാനിച്ചിട്ടില്ല എന്നും, അതുപോലെ അദ്ദേഹം ഉയർത്തിവെച്ച ഉന്നത പദവിക്ക് തുല്യം മറ്റാരും ഉയർത്തിവെച്ചിട്ടില്ല എന്നും ഉദ്ഘോഷിക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. ജാഹിലിയ്യ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ, പെൺകുട്ടികളുടെ പിറവി അശുഭലക്ഷണമായിട്ട് കണ്ട കാലഘട്ടം, അതിൽ നിന്ന് അന്നുണ്ടായിരുന്ന നബി തിരുമേനിയും ഉണ്ടാക്കി വെച്ച മാറ്റം ഇന്നിപ്പോൾ ഇസ്ലാമിൽ പ്രഥമസ്ഥാനം, അഗ്രിമസ്ഥാനം അത് സ്ത്രീകൾക്ക് എന്നതായിട്ട് മാറിക്കഴിഞ്ഞു. സ്ത്രീകൾക്ക് ശേഷമാണ് പിന്നെ പുരുഷന്മാർക്ക് എവിടെയും, വീടിനകത്താണെങ്കിലും ആധ്യാത്മിക കാര്യത്തിലാണെങ്കിലും ഭൗതിക ലോകത്തിലാണെങ്കിലും സ്ത്രീകളുടെ സ്ഥാനം അഗ്രിമമാണ്, അത്യുത്തമമാണ്, അന്തസ്സുറ്റതാണ്. അവർക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ നീതിപൂർവകവുമാണ്. കുറച്ചു കാലം മദീന വളരെ ശാന്തമായിരുന്നു, നമുക്കറിയാം. ബനു നളീർ ഗോത്രം അതിനവിടുന്ന് പറഞ്ഞയച്ചു. കാരണം അവരുടെ ചതിയും കാരണം കൊണ്ട് അവരെ അവിടുന്ന് പറഞ്ഞയച്ചു. അതിനുശേഷം വന്ന് ബദർ യുദ്ധം, അവർ വന്ന കൊച്ചു കൊച്ചു സൈന്യ നടപടികൾ ദാത്തുർ റിഖ, ദുമത്തുൽ ജന്തൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ സൈനിക നടപടികൾ,
ഇതൊക്കെ കഴിഞ്ഞ ശേഷം മക്ക നിവാസികൾക്ക് പിന്നീട് അവർ സാധാരണ ജീവിതമാണ് നയിച്ചിരുന്നത്. അതിനുള്ള സാവകാശം അവർക്ക് ലഭിച്ചു. ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി പിന്നീടുള്ള യുദ്ധങ്ങളോ ഏറ്റുമുട്ടലുകളോ പിന്നീടൊന്നും ഉണ്ടായില്ല. ആഭ്യന്തര പ്രശ്നങ്ങൾ അത് ആഭ്യന്തര കാര്യങ്ങൾ മദീനയിലെ ജീവന പദ്ധതിയെ അത് കൃത്യമായിട്ടും വ്യവസ്ഥാപിതമാക്കാൻ അത് അവർക്ക് അവസരം നൽകി. ഇവിടുത്തെ കാർഷിക കാര്യങ്ങളും സാമ്പത്തിക കാര്യങ്ങളും സമൂഹ വ്യവസ്ഥയുമൊക്കെ ഉറപ്പിക്കാൻ, അതിലേക്ക് വ്യവസ്ഥാപിത രീതിയിൽ കൊണ്ടുവരാൻ അതുകൊണ്ട് തന്നെ അവർക്ക് അവസരം കിട്ടി. നിരന്തരമായിട്ടുള്ള യുദ്ധങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ കാർഷികമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ തമ്മിലുള്ള വ്യാപാരങ്ങളൊക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ആ യുദ്ധത്തിൽ നിന്ന് ഗുണമുണ്ടായത് ആ യുദ്ധത്തിൽ നിന്ന് കിട്ടുന്ന സമ്പത്തുകൾ അവരുടെ പട്ടിണിയും പരിവട്ടമൊക്കെ ഒരു പരിധി വരെ അതിലേക്ക് അകറ്റാൻ അത് മതിയാകുമായിരുന്നു. കാർഷിക വൃത്തിയും മറ്റുള്ള കാര്യങ്ങളില്ലാത്ത സമയത്ത് അങ്ങനെയാണ് മദീന നിവാസികൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ജീവിച്ചു പോകുന്നത്. വളരെ സമാധാനപൂർവമായിട്ടുള്ള ഒരു ജീവിതമാണ്. യുദ്ധങ്ങളും ഏറ്റുമുട്ടലുകളും കർക്കശ സ്വഭാവമുള്ള പെരുമാറ്റങ്ങളൊന്നുമില്ലാതെ ഉള്ള ജീവിതമാണ് നബി തിരുമേനി ആഗ്രഹിച്ചിരുന്നത്, അവരെ ജീവിച്ചിരുന്നത്. എങ്കിലും എപ്പോഴാണ് ശത്രുക്കൾ വരിക, എന്തായിരിക്കും ശത്രുക്കളുടെ പദ്ധതി? ഒരുപാട് ചതിപ്രയോഗങ്ങളിലൂടെയാണ് മദീനയിലെ മുസ്ലിങ്ങൾക്ക് നേരെ മക്കക്കാർ, ഖുറൈശികളും ചുറ്റുമുള്ള ഗോത്രവംശജരും ജൂതന്മാരൊക്കെ മുന്നേറിയിരുന്നത്. ആയതുകൊണ്ട് തന്നെ അവരുടെ വഞ്ചനാ പ്രയോഗങ്ങളെക്കുറിച്ച് എല്ലാം സംശയദൃഷ്ടിയോടുകൂടി വീക്ഷിക്കേണ്ടതുണ്ട്, എന്തൊരു മുന്നേറ്റത്തെക്കുറിച്ചും. അതുകൊണ്ട് അവരെല്ലാവരും വളരെയധികം ജാഗ്രത പുലർത്തിയിരുന്നു. ജാഗ്രത പുലർത്തിയിരുന്നു. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തം ജീവനെ സംരക്ഷിച്ചെടുക്കാൻ ആത്മപ്രതിരോധത്തിന് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾക്ക് വേണ്ട സൗകര്യം വേണം. അതിനായിട്ട് ശത്രുക്കളുടെ ഗൂഢാലോചനയും സന്നാഹങ്ങളും സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ അറേബ്യൻ ദ്വീപിൽ ഉടനീളം ചാരന്മാരെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു നബി തിരുമേനി. രഹസ്യ സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഗോത്രങ്ങൾ, തങ്ങളൊപ്പം നിൽക്കുന്ന ഗോത്രങ്ങളെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് എല്ലായിടത്തും നബി തിരുമേനിയുടെ കണ്ണും കാതും മനസ്സും ചെന്നെത്തിയിരുന്നു. ഖുറൈശികളും അതുപോലെ ഇതര ഗോത്രക്കാർ മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ ഒരുപാട് പ്രത്യക്ഷ ആക്രമണങ്ങൾക്ക് പുറമെ ഗൂഢമായിട്ടുള്ള ആക്രമണങ്ങൾ അത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അക്കാലത്തും അതുപോലെ അതിനുശേഷവും വളരെ കാലത്തോളം സ്വതന്ത്ര രാഷ്ട്രങ്ങളുടെ ഒരു സമൂഹത്തോടായിരുന്നു വാസ്തവത്തിൽ അറബിയുടെ സ്റ്റാറ്റസ് അങ്ങനെയായിരുന്നു. അറബിയുടെ ഉപദ്വീപിൻ്റെ സ്ഥാനം അങ്ങനെയായിരുന്നു. ഒരുപാട് സ്വതന്ത്ര രാഷ്ട്രങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള 100 പേരുള്ളതും 1000 പേരുള്ളതും 10,000 പേരുള്ളതും 1,00,000 പേരുള്ളതുമായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള രാഷ്ട്രങ്ങൾ. അതൊന്നിനോട് മറ്റൊന്നിന് ബന്ധമില്ല. അവിടുത്തെ ആരാധന രീതി, സാംസ്കാരിക രീതി, സാമൂഹ്യ വ്യവസ്ഥ, സാമ്പത്തിക വ്യവസ്ഥ, അവർ കൈയാളുന്ന ദൈനംദിന കാര്യങ്ങൾ, അത് മറ്റൊരു ഗോത്രമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഒന്നിനോടൊന്നും ഒരു ബന്ധവുമില്ലാതെ ഗോത്രവ്യവസ്ഥകൾ അങ്ങനെയാണ്. അതിനുള്ള ഗോത്രവ്യവസ്ഥയോട് സമാനമായിട്ടൊരു ഭരണ സമ്പ്രദായം അതാണ് നിലനിന്നിരുന്നത്. അതിന് ഗോത്രങ്ങൾ, അതിനവർക്കൊരു കൂട്ടായ്മ, അതിനൊരു തലവൻ, ആ തലവൻ്റെ ചിന്താ പദ്ധതികൾ അവിടെ നിയമങ്ങളായിട്ട് വരുന്നു. ഇതൊക്കെയാണ് ആ കാലഘട്ടത്തിൽ അവിടെ നടന്നിരുന്നത്. അതിനാൽ ആ സമൂഹങ്ങളുടെ സംരക്ഷണത്തിന് ആധുനികമായിട്ടുള്ള, ഇന്ന് കാണുന്ന മോഡേൺ ആയിട്ടുള്ള ആധുനികമായിട്ടുള്ള വ്യവസ്ഥാപിത സമൂഹങ്ങളിൽ കാണാൻ കഴിയാത്ത സമ്പ്രദായങ്ങളും രീതികളും സ്വീകരിക്കാൻ അവർ നിർബന്ധിതരായിരുന്നു. ആ സമൂഹത്തിന് അങ്ങനെ വേണ്ടിയിരുന്നു.
ആ സമൂഹങ്ങൾക്ക് അങ്ങനെ വേണ്ടിയിരുന്നു. പ്രത്യേകിച്ചും ശത്രുക്കൾക്കെതിരെയുള്ള നടപടികൾ ഇതിനെക്കുറിച്ച് വലിയ രീതിയിൽ അവർ ചിന്തിക്കാൻ ബാധ്യസ്ഥരായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ശത്രുക്കൾക്കെതിരായിട്ടുള്ള നടപടികൾ വേണ്ട. അതുകൊണ്ടാണ് ശത്രുക്കൾക്കെതിരായിട്ടുള്ള നടപടികൾ അതാണ് ഈ ശത്രുക്കൾക്കെതിരായിട്ടുള്ള നടപടികൾ അത് സംബന്ധിച്ച് രാപ്പകൽ നിതാന്തമായിട്ടുള്ള ജാഗ്രത പുലർത്താൻ മുസ്ലിങ്ങൾ, പ്രത്യേകിച്ചും നബി തിരുമേനി നിർബന്ധിതനായത്. ജന്മന അറബിയായിട്ടുള്ള നബി തിരുമേനിക്ക് അറബികളുടെ പ്രകൃതിയിൽ, ആ പ്രകൃതിയിൽ തന്നെയുള്ള ഒരു പ്രതികാര വാഞ്ച അതെന്താണെന്ന് കണക്കുകൂട്ടാൻ നന്നായിട്ടറിയാം. ഖുറൈശികൾ എപ്പോഴാണ് വരിക, എങ്ങനെയാണ് വരിക, അവർ വരാതിരിക്കുമോ, വരികയാണെങ്കിൽ അവരെത്രത്തോളം ഊറ്റത്തോടിയിട്ടാണ് വരിക, അവരെന്തൊക്കെയായിരിക്കും അവരുടെ നടപടികൾ എന്ന് കണക്കുകൂട്ടാൻ അവരുടെ കൂട്ടത്തിലൊരാളായിട്ടാണ് ജനിച്ചത്. അവരുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങളും സ്വഭാവ ദോഷങ്ങളും ഇതെല്ലാം നബി തിരുമേനിക്ക് കാണാപ്പാഠമായിരുന്നു. അതുകൊണ്ട് അവരുടെ മുന്നേറ്റങ്ങളും അവരുടെ മാനസികാവസ്ഥയും കൃത്യമായിട്ട് കണക്ക് കൂട്ടാൻ നബി തിരുമേനിക്ക് എളുപ്പമായിരുന്നു. ശത്രുക്കളെക്കുറിച്ച് വലിയ രൂപത്തിലുള്ള ജാഗ്രത വെച്ച് പുലർത്താൻ ഈ പറഞ്ഞ അവസ്ഥയും പ്രേരകമായിട്ടുണ്ട്. ഖുറൈശികൾ, അതുപോലെ തന്നെ നളിയർ, ബൈനൂക്ക എന്നീ ജൂതഗോത്രങ്ങളും അവരെ ഗത്ഫാൻ, ഹുദൈൽ എന്നീ അറബി ഗോത്രങ്ങളും ഷാമിൻ്റെ സമീപം താമസിക്കുന്ന കുറേ വംശങ്ങൾ, അവിടെയും ഗോത്രങ്ങൾ തന്നെ, അവർ നബി തിരുമേനിക്കും മുസ്ലിങ്ങൾക്കും എതിരെ ഒരു തിരിച്ചടിക്ക് അവസരം പാർത്തിരിക്കുകയായിരുന്നു. അതും നബി തിരുമേനിക്ക് നല്ലപോലെ അറിയാമായിരുന്നു. അൽഹംദുലില്ലാഹ്.